ഇവിടെ നവ്യ നായർ തുടക്കത്തിൽ പറഞ്ഞ പോയേ 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 എന്നാണ് ശ്രദ്ധിച്ചു നോക്ക്. അല്ലോ പോയേ പോയേ എന്നെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടിയാണ്. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഫീൽഡ് ഔട്ടായ ഇവളുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ഇത്രയ്ക്ക് ഡിമാൻഡോ? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നവ്യ നായർ എക്സ്പോസ്ഡ് എല്ലാം വഴി പറഞ്ഞുതരാം. അപ്പോൾ നമുക്കറിയാം, അഭിനേത്രിയായിട്ടുള്ള നവ്യ നായർ, ഡാൻസറായിട്ടുള്ള നവ്യ നായർ, പല സാമൂഹിക വിഷയങ്ങളിലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള നവ്യ നായർ. എന്തുകൊണ്ടും മലയാളികൾക്ക് പുള്ളിക്കാരത്തിയായ ബാലാമണിയെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നവ്യ നായർ റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം നാളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന സോഷ്യൽ മീഡിയയ്ക്കകത്ത് നടക്കുന്ന അവരുടെ ചില കുടുംബകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സംടൈംസ് അവരുടെ ചില കോൺട്രവേഴ്സിയിനകത്ത് അവരറിയാതെ തന്നെ അവർ അതിനകത്ത് പെടാറുമുണ്ട്. അത് വേറെ ഒന്നുമല്ല, അതിലൊന്നാണ് ഇപ്പോൾ ഈ സംസാരിക്കാൻ വരുന്നൊരു കാര്യം. ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. ആ പ്ലേ ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് അതിന് മുൻപും അതിന് ശേഷവും നടന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താണെന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഓക്കെ, ഞാനത് കാണിച്ചു തരാം. ഇവിടെ നവ്യ നായർ തുടക്കത്തിൽ പറഞ്ഞ പോയേ 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 എന്നാണ് ശ്രദ്ധിച്ചു നോക്ക്. അല്ലോ പോയേ 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 എന്ന് പറഞ്ഞാൽ എന്തൊരു സ്വഭാവമാണ് നവ്യ നായരുടെ, അല്ലേ? ഇതൊരു മോശമായിട്ടുള്ള സ്വഭാവം. എന്ത് ഇങ്ങനെ കാണിക്കുന്നത്? ബാക്കിയാണ് ആ പോയേ 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 എന്ന് പറയുന്ന സാധനം അതിന് തുടക്കത്തിൽ ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ആ ഒരു വിഷയം ഇതാണ്, കേട്ടോളൂ. നിങ്ങൾക്ക് ഭയങ്കര ക്രൗഡിലുള്ള ഒരു ബഹളത്തിൻ്റെ ഇടയ്ക്കാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആക്ച്വലി നവ്യ നായർ ഇവിടെ ഒരു ഗസ്റ്റായിട്ട് പോയതാണ്. ആ ഒരു പ്രോഗ്രാമിന് പോകുന്നതിൻ്റെ വീഡിയോസ് വിഷ്വൽ ഞാൻ കാണിക്കാം. അപ്പം ഈ സ്ഥലത്ത് പോയതിന് ശേഷം തിരിച്ച് പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തിരികെ മടങ്ങുന്നതാണ്. ആ മടങ്ങുന്ന സമയത്ത് അവർ ആരുടെ കൂടെയൊക്കെ സെൽഫി എടുത്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ അവർ ഫോട്ടോ എടുത്തിട്ടില്ലെന്നോ ഒക്കെ എന്തോ ഒരു പരാതിയായിട്ടാണ് അവിടെ സംഘാടകരിൽപ്പെട്ട ആരോ ആണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കയറി ഒരാൾ കയറി സംസാരിച്ചെടുത്താണ് നിങ്ങൾ പോയേ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നവ്യ നായർ വ്യക്തമായിട്ട് ഓഡിയൻസിലൂടെ ഫോട്ടോ എടുത്തു, നിങ്ങളുടെ ഡോട്ടറിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു, ഡോട്ടറിൻ്റെ കൂടെ ഒക്കെ ഫോട്ടോ എടുത്തു എന്നൊക്കെ ഒരു പുള്ളിക്കാരത്തിൽ പറയുന്നു. അവർ ഒരു സെലിബ്രിറ്റിയാണ്. അവരെ ഒരു പ്രതിഫലം കൊടുത്തിട്ടോ ഒക്കെ അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ അവർ വന്നതാണ്. അവരൊരു മനുഷ്യ സ്ത്രീയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മിനിമം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കോ എനിക്കോ ഇപ്പം നമ്മൾ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞില്ല. ഇപ്പോൾ എല്ലാവരും എ സിയെ കുറിച്ചൊക്കെ പറയും ഭയങ്കര ആഡംബരമായിട്ടൊക്കെയാണ് പറയുന്നത്. എ സി ഒരു ആഡംബരമല്ല. നമ്മുടെ ഈ ഗൾഫ് കൺട്രീസിൻ്റെ അകത്തൊക്കെ തൊഴിലെടുക്കുന്ന പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്നത്. അവിടെ എ സി ഉണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ? ഒരു ആഡംബരത്തിൽ നിന്നാണ്. ചൂട് കൂടിയത് കൊണ്ടും അവിടെ എ സി ഇല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇവിടെ നോക്കി നോക്കൂ, നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്ത് നമുക്ക് എത്ര നേരം നിൽക്കാൻ പറ്റും? സ്വാഭാവികമായിട്ട് അത്രയും ചൂടാണ്. ഒരുപാട് ഈ ഒരു ചൂടിലും ജോലി ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ, അതുകൊണ്ട് മനസ്സിലാക്കണം. അപ്പം ഈ മേക്കപ്പും മറ്റുള്ള കാര്യങ്ങളും ഇങ്ങനെ ഡ്രസ്സെല്ലാം കൂടെ ഇട്ട് അവർ വളരെയധികമായിട്ടൊക്കെ വന്നിട്ട് ആ ഒരു സ്ത്രീ അവിടെ വന്ന് പലരോടും ചേർന്ന് ഫോട്ടോ എടുത്തു. എന്നിട്ടും എടുത്തിട്ടില്ല എന്ന് പരാതിയും പറഞ്ഞുകൊണ്ട് പോകുന്നു. അഥവാ ഈ ഒരു മനുഷ്യനായിട്ട് കാണാതെ ഒരു സെലിബ്രിറ്റി ആയെന്നുള്ളത് കൊണ്ട് അവർ ഇവരുടെ എല്ലാത്തിനും ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തിട്ടും അതിന് പരാതി പറയുന്നു, കഴിഞ്ഞിട്ടില്ല. ഇതിനകത്ത് ചില കമൻറ്റുകൾ കാണുമ്പോഴാണ് നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു സംഭവം. ഫീൽഡ് ഔട്ടായ ഇവളുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ഇത്രയ്ക്ക് ഡിമാൻഡോ? ആക്ച്വലി നവ്യ നായർ ഞാൻ കാണുന്നത് ഒരു മനുഷ്യ സ്ത്രീയായിട്ടാണ്. നവ്യ നായരുടെ ഒരു പ്രൊഫഷൻ ഒരു സിനിമാ മേഖലയിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫീൽഡ് ഔട്ട് ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അവർക്ക് അനുയോജ്യമായ സിനിമകളോ മറ്റുള്ള കാര്യങ്ങളോ വരുമ്പോൾ മാത്രമേ ചെയ്യുന്ന അവർ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സെലക്റ്റീവായിട്ടാണ് അവർ നിൽക്കുന്നത്. പിന്നെ അവർ ഏറ്റവും കൂടുതൽ നൃത്തത്തിലും ഡാൻസ് ക്ലാസ്സും അവർ ഫീൽഡ് ഔട്ട് ആണെങ്കിൽ അവരുടെ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ കൊച്ചിയിൽ തന്നെയാണ് അവരുടെ സ്ഥാപനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ വളരെ വിശാലമായ വളരെ വലിയൊരു അവരെ ശിഷ്യന്മാരും ശിഷ്യകൾ അല്ലേ അവരുമായിട്ടൊക്കെ ഒരു അധ്യാപികയായിട്ട് അവർ പോകുന്നു, ഒരു സ്ഥാപനത്തിൻ്റെ ഓണറായിട്ട് പോകുന്നു. അങ്ങനെ അവരുടെ ലൈഫിന് ഒരു പാഷൻ, അതിൻ്റെ പുറകെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ അവർ സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് തീർന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഫീൽഡ് ഔട്ടായ ഇവളുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ഇത്രയ്ക്ക് ഡിമാൻഡോ? ഇനി ഫീൽഡിലുള്ള നിന്റെ ഒപ്പം ഫോട്ടോ പിടിക്കാം എന്ന് തിരിച്ച് പറയുന്ന ആൾക്കാർ. ഓക്കെ, നിനക്ക് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിൽ നാളെ വന്നാൽ മതി. ചില ആൾക്കാർ ഇങ്ങനെയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരാളെ ഇങ്ങനെ പൂർണ്ണമായും പുച്ഛിച്ച്
അവരങ്ങ് ടാറടിച്ച് അവരങ്ങ് കിട്ടുന്നൊരു ഗ്യാപ്പിൻ്റെ അകത്ത് അവരുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയ ചിന്ത പോലും ചിന്തിക്കാതെ അവരൊരു മനുഷ്യനാണെന്നൊരു ചിന്ത പോലും ഇല്ലാതെ അവരങ്ങ് കൊല വിളിക്കും. ഇപ്പോൾ ഈ പറയുന്ന അനിയൻ ഏത് ഫീൽഡിലാണ് തിളങ്ങി നിൽക്കണം, ഇപ്പോൾ കഷ്ടം നേട്ടങ്ങളുടെ നിറയിൽ നിൽക്കുന്നവരെ വരെ പുച്ഛിക്കുമ്പോൾ സ്വന്തമായി എന്ത് നേടി എന്നുള്ള ആലോചിക്കുന്നത് വളരെ നല്ലതാണ്, സത്യമാണ്. ഇനി നവ്യ നായർക്കിനി എന്താണാവോ അറിയിപ്പിക്കേണ്ടത്? നവ്യ നായർക്കിനി പ്രത്യേകിച്ച് വല്ല ഇനിയിപ്പോൾ ഗ്രാമി അവാർഡ്, നോവൽ സമ്മാനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവാർഡുകളോ മറ്റുള്ള പരിഗണനകളോ കിട്ടേണ്ട ഒരാളാണോ? അവരവരുടെ പാഷനായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ട് വരെ പ്രശ്നം. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ലോകത്ത്? നാണമില്ലാതെ കുറേ എണ്ണങ്ങൾ വരും. മനുഷ്യനല്ലേ അവർ മനുഷ്യരല്ലേ? ആ ഒരു കോമൺ ഒരു ഇത് നമ്മൾ കിട്ടണം അല്ലേ? നമുക്ക് ചിന്തിക്കണം നമ്മൾ. എന്നാൽ പിന്നെ കുടുംബക്കാരെ മൊത്തം വിളിച്ചുകൊണ്ട് വന്ന് ക്യൂ നിർത്തൂ, വരുന്ന ഗസ്റ്റുകൾ ഫോട്ടോ എടുക്കട്ടെ. അതാ പറഞ്ഞ ഈ കൊണ്ടുവന്ന ഈ സംഘാടകരിൽപ്പെട്ട ഒരാളാണെങ്കിൽ ഇത് കാണിച്ചിരിക്കുന്ന അനൗചിത്യമാണ്. അവരവരുടെ ജോലി എടുക്കുന്നു, അവർ പോകുന്നു, ഓക്കെ, അവരുടെ കൂടെ കുറച്ച് ഫോട്ടോ എടുക്കാം. ഇതേ സ്ഥലത്ത് മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെലിബ്രിറ്റീസോ വന്നു കഴിഞ്ഞാൽ ആ താരങ്ങളെ കൊണ്ട് നിർത്തിയിട്ട് എൻ്റെ കുടുംബക്കാരോട് മൊത്തം ഫോട്ടോ എടുക്കുന്നത് നടക്കണ കാര്യമാണോ? അത് സൗകര്യം ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ അവരെ പിടിച്ച് നിർത്തി ഫോട്ടോ എടുപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ പേരിൽ ഫോട്ടോ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ കാറിൻ്റെ അകത്ത് പോയി ചോദിക്കാനൊന്നും ഇവർക്ക് ആർക്കും പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ട്? ആ സ്ത്രീ അവരെന്നിട്ടും വളരെ മാന്യമായ രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. ഇവരൊന്നും അത് അർഹിക്കുന്നില്ലെങ്കിൽ പോലും അതെല്ലാം എടുത്തല്ലോ ചേട്ടാ എന്നുള്ള രീതിയിൽ അവർ വളരെ മാന്യമായ രീതിയിൽ പറയുന്നു. ഇനി ഞാനത് ബാക്കി കാണിക്കാം. അപ്പം ഇതിനകത്തുള്ള പല കമൻറ്റുകളും സത്യം പറഞ്ഞാൽ ഒരു അഹങ്കാരമില്ലാത്ത നടിയാണ്. എന്തൊരു കഷ്ടമാണ്, അവർ മനുഷ്യരാണ്. എടീ സെലിബ്രിറ്റി എന്ന് പറയുന്ന സാധനം അവർക്ക് നമ്മളെപ്പോലെ 2 കൈയും 2 കാലും അതുപോലെ തന്നെ 2 കണ്ണുകളും ഇതുപോലത്തെ ശരീരം തന്നെ ഉള്ളൂ, ആണ് അല്ലെങ്കിൽ പെണ്ണ് അല്ലെങ്കിൽ മറ്റിതര ജെൻഡറുകൾ അല്ലേ? അല്ലാതെ അവരിൽ വേറെ പ്രത്യേകമായിട്ടുള്ള ഒന്നുമില്ല. അവരുടെ ഏതൊരു പ്രൊഫഷനിൽ കൂടെ അവർ കഷ്ടപ്പെട്ട് തിളങ്ങി അവർ വന്നു. അത് ആ ഒരു തിളക്കം ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നപ്പോൾ മാത്രമല്ല, അവരുടെ സെൽഫ് കോൺഫിഡൻസിൻ്റെ അകത്ത് സെൽഫ് റെസ്പെക്റ്റിൻ്റെ പുറത്ത് അവർ നിൽക്കുന്നുവെങ്കിൽ, അവരെ വിളിക്കുന്നെങ്കിൽ തന്നെ എന്താ കാര്യം? അവർക്ക് ആ ഒരു ആളെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടല്ലേ? ഇനി ബാക്കി നോക്കാം. ഈ സ്ഥലത്ത് നവ്യ നായർ വന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഈ സ്ഥലത്ത് നവ്യ നായർ ഇരിക്കുന്ന ഒരു അവസ്ഥ കൂടെ കാണിച്ചു തരാം. ആ ഒരു ഇതിലേക്കാണ് ഇപ്പൊ ഒരു ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വളരെ ഹാപ്പി ആയിട്ടാണ് ആ സ്ഥലത്തിൻ്റെ അകത്ത് അവിടെ നിൽക്കുന്നു. ഇങ്ങോട്ട് നോക്കൂ. പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും ഇടം നേടിയ വ്യക്തിയാണ്. അവതരിപ്പിച്ച കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ഒന്നൊന്നായി എണ്ണി പറയാൻ സാധിക്കുന്നു. സിനിമകളും അതിലേറെ ചൂടെടുക്കുന്നു. സാധാരണ ടൈറ്റിലാണ് രസം. സാധാരണക്കാരെ പോലെ ടിഷ്യൂ ഉപയോഗിച്ച് പോകാൻ തുടങ്ങും നവ്യ ചേച്ചി. എനിക്ക് വയ്യണേ. സാധാരണക്കാരെ പോലെ നടന്നു പോകുന്ന മമ്മൂട്ടി, സാധാരണക്കാരെ പോലെ നടക്കുന്ന മോഹൻലാൽ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ സാധാരണക്കാര് ഇവരൊക്കെ പിന്നെ എങ്ങനെയാണോ തുടയ്ക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് തുടക്കേണ്ടത്. അറിഞ്ഞൂടാ. എന്തൊരെളിമ. ഞങ്ങൾ കൂലിപ്പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ടിഷ്യൂ ഇത്രയും വലിയ നടിയായ ചേച്ചി ഉപയോഗിച്ചല്ലോ. ഓക്കെ, അത് ആ പുള്ളിക്കാരത്തി ഇത് അറിഞ്ഞിട്ടില്ല കേട്ടോ, പ്ലീസ്. അവരെ അതിനകത്ത് ഹെയ്റ്റ് കൊണ്ട് സ്പ്രെഡ് ചെയ്യരുത്. ഓക്കെ, അവരതിനെ കൊണ്ടു. അവിടെ എല്ലാം അവർ വളരെ വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു മൊമെന്റിൽ അടിപൊളിയായിട്ടാണ് നിന്നത്. എന്താ ഉണ്ടോ? അവരെ വളരെ ഇതായിട്ട് തന്നെ വന്നു. ഇങ്ങോട്ട് വേർത്തൊലിച്ച് എല്ലാ സ്ഥലങ്ങളിലും കാണാം. വേർത്തൊലിച്ചിരിക്കുക. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇളകി പോകുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇതാക്കുന്നു, തിരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു. വെള്ളം ചൂടാണ്, അവർക്ക് വയ്യ. എന്നുവെച്ചാൽ ആ ഒരു ചൂടിന്റെ ഒരു കാഠിന്യം കൊണ്ടാണ്. അപ്പോ അങ്ങനെ ഒരാൾ വീണ്ടും വെള്ളം കൂടി. ഇതെല്ലാവരും ആ പുറകെ നിൽക്കുന്ന ചേട്ടനെ നോക്കി അറിയാം, ആ പുള്ളിക്കാരന്റെ ഷർട്ട് വരെ അത് നനഞ്ഞിരിക്കുന്നത്, അത് വേർത്തിട്ടാണ്. ഓക്കെ, ഇപ്പൊ ഞാനിത് വലിയ ഇതായിട്ട് നവ്യ നായർക്ക് വേർക്കുന്നു, നവ്യ നായർ ചൂടെടുത്ത് നിൽക്കുന്നു, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അതൊന്നുമല്ല. നവ്യ നായർ ഒരു മനുഷ്യ സ്ത്രീയാണ്. അവരൊരു സെലിബ്രിറ്റി ആയിരിക്കാം, പക്ഷെ അവരൊരു മനുഷ്യ സ്ത്രീയാണ്. അവർ ആ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ വന്നു. അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം അവരത് വാങ്ങുന്നു, അവർ പോകുന്നു. അവരോട് പറയുന്ന ജോലി എന്താ? ഈ ഒരു പ്രോഗ്രാമിൽ വരിക, ഇന്ന സംഭവങ്ങൾ ചെയ്യുക, നിങ്ങൾ പോവുക. അതിനപ്പുറത്തേക്ക് പ്രോഗ്രാമിൽ വിളിക്കുന്നുണ്ട് നമ്മുടെ കൂടെയുള്ള ഫോട്ടോസ് എല്ലാം എടുത്തിട്ടൊക്കെ പോകാവൂ എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നു. അതൊന്നും ശരിയല്ല. ഇതേപോലത്തെ ഒരു സിമിലർ കോൺട്രവേഴ്സി മുമ്പ് ഇവരുടെ മേലുണ്ടായിട്ടുണ്ടായിരുന്നു. അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല. നമ്മള് ഫോട്ടോ എടുക്കാൻ മോള് ചെന്നപ്പോ നമുക്ക് ഗ്രൂപ്പായിട്ട് എടുക്കാമെന്ന് മാത്രമാണ് പറഞ്ഞത്. മോള് ഫോട്ടോ എടുത്തായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ, ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ അതിനെ കുറിച്ച് വന്നപ്പോ നമ്മളിത് അറിഞ്ഞില്ല. എന്റെ ഒരു കസിനാണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന് ഒരു കമന്റ് ഇട്ടായിരുന്നു നമ്മളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇങ്ങനൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടിയാണ്. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഞാൻ സിനിമയിലെത്തിയതും
എന്നെ ഒന്ന് ആൾക്കാർ തിരിച്ചറിയണം, അല്ലെ എന്നെ ആൾക്കാർ നോക്കുന്നുണ്ടോ എന്ന് കൊതിച്ചൊരു ആളാണ് ഞാൻ. അത് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എത്ര ക്ഷീണമാണെങ്കിലും കഴിവത് ഞാൻ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ മനഃപൂർവ്വം അറിയാതെ ചിലപ്പോൾ സംഭവിച്ചു പോവാം. നിങ്ങൾക്കൊക്കെ പറ്റില്ലേ, അതുപോലത്തെ മിസ്റ്റേക്ക് എനിക്ക് പറ്റും. ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരു കൊച്ചുകുട്ടി നവ്യ നായർ അടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും നവ്യ നായർ അത് മൈൻഡ് ചെയ്യാതെ വിട്ടു എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതിൻ്റെ പിന്നാലെ ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പിന്നാലെ നോക്കുമ്പോഴേക്കും അവർ അവിടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് തളർന്ന് ആ ഒരു വേഷത്തിൽ അഥവാ ഈ ഡാൻസ് കളിച്ചിട്ടുള്ള ആ ഒരു കോസ്റ്റ്യൂമിൽ നിന്ന് അതിൽ നിന്നും പുറത്തു പോലും പോവാതെ അഥവാ ഒന്ന് റെസ്റ്റ് പോലും എടുക്കാതെ മറ്റുള്ളവരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് നടന്നിട്ട് അവസാനം അവരെ വിവാദത്തിൽ ചെന്ന് പെടുത്തി. പിന്നീട് ആ പാരന്റ്, ആ കുട്ടിയുടെ അമ്മ തന്നെ വന്ന് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറഞ്ഞ കാര്യവും അതിന് നവ്യ നായർ മറുപടി പറയുന്ന കാര്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അവർ അനാവശ്യമായിട്ട് അന്ന് പെടുത്തി എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ സെലിബ്രിറ്റി എന്ന് പറയുമ്പോഴും അവർ മനുഷ്യരായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാമേ. ഇതൊരു അനവസരത്തിൻ്റെ സംഭവമാണ്. പുതിയ പടത്തിന്റെ അപ്ഡേറ്റ് മാഡം ഡിസപ്പോയിൻറ്റഡ് ആണോ? ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് തിരിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നവ്യയുടെ മാഡം ഡിസപ്പോയിൻറ്റഡോ? എന്താണ് ആ ചോദ്യം എന്നുള്ള രീതിയിൽ സംഭവം ആക്ച്വലി ആരായാലും ഞെട്ടിപ്പോവും. പെട്ടെന്ന് ഡിസപ്പോയിൻറ്റഡ് എന്തിന്? ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഒരു ഫോട്ടോ ഇട്ടിട്ട് സൈബർ ബുള്ളിങ് ഒരുപാട് കമന്റ് ഒരു നെഗറ്റീവ് കണക്കൊക്കെ തോന്നില്ലായിരുന്നു. എന്നിട്ട് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനല്ല ഇത് ഹാൻഡിൽ ചെയ്യുന്നത്, റിമൂവ് ചെയ്തെങ്കിലും പറഞ്ഞിട്ടില്ല. പറയുന്നത് ഒരു സെലിബ്രിറ്റി ആയിട്ട് നിലനിൽക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. ആത്യന്തികമായിട്ട് നമ്മൾ മനുഷ്യരാണ്, നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റും. അതുപോലെ തന്നെ അവർ മനുഷ്യരാണ്, അവർക്ക് മിസ്റ്റേക്കുകൾ പറ്റും. അവർ യന്ത്രങ്ങളോ യന്ത്രത്തിൻ്റെ സഹായത്തോടെ ജീവിക്കുന്നവരോ അല്ല. അവർക്കും മനസാക്ഷിയും മറ്റുള്ള പല കാര്യങ്ങളും നമ്മളെപ്പോലെയൊക്കെ തന്നെ ഉള്ളവർ തന്നെയാണ്. പക്ഷേ അവരുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു കാര്യം വീണ് കിട്ടുമ്പോൾ ആ ഒരു സാധനത്തിനെ മാത്രം ഭയങ്കരമായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്ത പോലെ പറയുന്നു. കാരണം നവ്യ നായരുടെ കാര്യത്തിൻ്റെ അകത്ത് ആ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സെൽഫി എടുത്തിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെ വീണ്ടും പിടിച്ച് ഏറി കയറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊരാൾ അയച്ചു തന്നിട്ട് പറഞ്ഞു ഇതൊന്ന് ജസ്റ്റ് നോക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ബോക്സ് നോക്കണമെന്നാണ് പറഞ്ഞത്. കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഈ ഒരു സാധനം ഒന്ന് ജസ്റ്റ് അഡ്രസ്സ് ചെയ്യണം. കഴിഞ്ഞ ദിവസം എന്തോ നടന്നൊരു കാര്യമാണ്. അവരൊരു ഫംഗ്ഷന് പോകുന്നു, അതിനുശേഷം അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടില്ല എന്ന് പരാതി പറയുന്നത് പോലെ പറയുന്നു. അതിനുശേഷം വേറൊരാൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾ പോയേ എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു. ഇത് ലാസ്റ്റത്തെ ഈ ഒരു പോർഷൻ മാത്രം. അപ്പോൾ നിങ്ങൾ പോയേ എന്ന് പറഞ്ഞ ആ ഒരു സാധനം മാത്രം ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്താൽ അവസ്ഥ എന്തായിരിക്കും? നവ്യ നായരെ പോലെ അഹങ്കാരി വേറെ ഉണ്ടോ ലോകത്തേത്? പക്ഷേ അതിന് ശേഷവും മുമ്പും ഉള്ള കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ഫോട്ടോ എടുക്കുന്നു. എല്ലാവരുടെ കൂടെ നല്ല രീതിയിൽ നിന്നിട്ടാണ് പോയത്. എന്താ വേടേ എന്താ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല. സോ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് നവ്യ നായരെ കുറിച്ചുള്ള അഭിപ്രായം? ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ബൈ.